ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും നല്ല സുഖമായിരിക്കും. നമുക്ക് നല്ല സുഖം, അൽഹംദുലില്ലാ. പിന്നെ ഇന്ന് ഫ്രൈഡേന്ന് നല്ലൊരു ചെമ്മീൻ ബിരിയാണി ആക്കി അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ചെമ്മീൻ ബിരിയാണിയാണ്. നിങ്ങൾ ഇതുപോലെ ഒരിക്കൽ ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുകയും അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണം. നിങ്ങൾ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ സാധാരണ ബ്രെഡ് ഫ്രൈ ഉണ്ടാക്കൽ മധുരമുള്ള കഴിഞ്ഞ മുമ്പത്തെ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിന്. പിന്നെ ഇന്ന് പഴം ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച്. പഴം ഇങ്ങനെ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും കണ്ണൂർ മാട്ടൂലിലുള്ള എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ മലപ്പുറം പാലക്കാട് ഇവിടെ താമസിക്കുന്ന കുറച്ചാൾക്കൊന്നും അറിയില്ല കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് വന്നപ്പോൾ ഞാൻ മുമ്പൊരിക്കൽ ഇതുണ്ടാക്കി കൊടുത്തേരോ അവർ ഇതെങ്ങനെ ഉണ്ടാക്കൽ, ഈ മുട്ട ഇതിൽ ചേർക്കുമല്ലോ, അവർ മുട്ട കണ്ടിട്ട് പറയുന്നത് പിന്നെ തേങ്ങ ഇങ്ങനെ സോഫ്റ്റായെന്ന്. അപ്പോൾ കുറച്ച് ആൾക്കാർ മലപ്പുറം, എനിക്കൊന്ന് മലപ്പുറം കണ്ണൂർ ഈ പാലക്കാടിലുള്ളവർ പഴം നുറക്കൂലേ, ഫുൾ പഴത്തിൽ മുട്ടയും മുന്തിരിങ്ങലും അത് അവർ തേങ്ങ എന്ന് ഓർക്കല്. അതുകൊണ്ട് അവർ വിചാരിച്ചിരിക്കും മുട്ടയ്ക്ക് പകരം തേങ്ങ ഇട്ടെന്ന്. ഞാൻ പറഞ്ഞു മുട്ടയെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ടിന്. അവർക്ക് ഇതുണ്ടാക്കിയിട്ട് ശരിയാകുന്നില്ല, കരിഞ്ഞു പോകുന്നെന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും കൂടെ കാണിച്ചു കൊടുക്കുക അവരെ വീട്ടിൽ പോയാലും. അപ്പം ഈ പഴം പഴുത്തതാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ കട്ട് ചെയ്തിട്ട് പാനിലിട്ട് കൊടുത്ത് ഗീ ഇട്ട് പഞ്ചസാര ഇട്ട് പിന്നെ മുട്ട ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി പഴുത്തതല്ലെങ്കിൽ കുറച്ച് പഴുപ്പ് കുറവാണെങ്കിൽ നമുക്ക് 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ജസ്റ്റ് ആ പഴം വെന്തതിന് ശേഷം ഗീയും പഞ്ചസാരയും മുട്ടയിട്ട് കൊടുക്കാം. അങ്ങനെ ചെയ്യൽ. അപ്പോൾ ഒന്ന് നല്ല അതിൻ്റെ ശരിയായ ടേസ്റ്റ് വരാൻ കേട്ടോ. അങ്ങനെ നമ്മൾ പഴവും ചായയും എല്ലാവർക്കും കൊടുത്ത് പിന്നെ ഒരു കുഞ്ഞി കപ്പിൽ നമ്മൾ തത്തമ്മക്കും കൂടെ കൊടുക്കുന്നുണ്ട്. ഉപ്പാക്കാന്ന് ഈ ചായ എടുക്കുന്നത് കേട്ടോ. ഉപ്പാൻ്റെ കൂടെ തത്തയും കുടിക്കും. അങ്ങനെ തത്തയ്ക്ക് ഒരു കുഞ്ഞി കപ്പിൽ ചായ കൊടുത്ത് അങ്ങനെ എല്ലാവർക്കും ചായ കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ അവർ കുളിക്കാൻ വെള്ളിയാഴ്ച എന്നല്ല ജുമാൻ്റെ കുളിക്കാനും പിന്നെ ഖുർആൻ ഓതാനെല്ലാം പോയി. ഇനി ഞാൻ ചെമ്മീൻ ക്ലീൻ ചെയ്യട്ടെ. അങ്ങനെ നമ്മൾ ചെമ്മീൻ നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ ചില്ലി പൗഡർ, ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ്, പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല പൊടി ഇവ ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 5-10 മിനിറ്റ് അവിടെ അടച്ചു വെക്കാം. അത് ഈ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അടച്ച് വെച്ച് ഒരു 5-10 മിനിറ്റിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയിൽ ബിരിയാണിക്കെല്ലാം നമ്മൾ നാടൻ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് നല്ലത്. വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പില എണ്ണയിലിട്ട് കൊടുത്തിട്ട് നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്യാം. ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലാക്കി അടച്ച് വെക്കാം. അങ്ങനെ ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കുക, അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ചെമ്മീൻ വെന്ത് വരുമ്പോൾ ഒന്ന് കരിയണ്ട, നമുക്ക് ബിരിയാണിക്കാന്നല്ല. അപ്പോൾ വെന്ത് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇറക്കി വെച്ചിട്ട് മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് സവോള, തക്കാളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചില്ലി പേസ്റ്റ് ഇവ ഇട്ടിട്ട് നന്നായി വഴറ്റാം. അപ്പോൾ ബിരിയാണിക്ക് ഉണ്ടാക്കുന്ന മാതിരി തന്നെ സാധാരണ ഉണ്ടാക്കല്ലേ. അങ്ങനെ നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ ഈ ഫ്രൈ ചെയ്ത ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ചെമ്മീൻ ഫ്രൈ ആയതാണല്ല, അപ്പം അതൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ചൂടാവുന്നത് വരെ മസാലയെല്ലാം ഒന്ന് ചെമ്മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ അടച്ച് വെക്കാം. അങ്ങനെ പിന്നെ നമ്മൾ ചെമ്മീൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താക്കാം, നെയ്ച്ചോറ് വെക്കണ്ട. ചെമ്മീൻ മസാലയിലിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ച് വെക്കാം.
എന്നിട്ട് നമുക്ക് നെയ്ച്ചോറ് വെക്കാം. നെയ്ച്ചോറ് വെക്കാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം ഗീ ഒഴിച്ച് നമുക്ക് സവാളയും ഉണക്കമുന്തിരിയും വേണമെങ്കിൽ ഫ്രൈ ചെയ്യുന്നുണ്ട്. ആ ഗീയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ നമുക്ക് ഗീയിൽ ഏലക്ക, പട്ട, കറമ്പ് ഇതെല്ലാം ഇട്ട് ഒന്ന് മൂത്താൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അരി വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നേരത്തെ കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കുക. അങ്ങനെ അരി ഇട്ട് കൊടുത്ത് ഉപ്പിട്ട് ഒന്ന് ഇളക്കിയിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിലിടണം. തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ചോറ് വെന്ത് വരുന്നത് വരെ അടച്ചു വെക്കാം. ചോറ് തിളക്കുന്നതിന് മുമ്പേ ലോ ഫ്ലെയിമിലിട്ടാൽ അരി കല്ലിച്ച് മാതിരിയാവും. അപ്പോൾ തിളക്കാൻ കുറേ ലേറ്റാവും. അതുകൊണ്ട് അരി ഇട്ട് കഴിഞ്ഞാൽ തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിലിടണം. അറിയുന്നവർക്ക് വേണ്ടിയിട്ടല്ല, ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വിശദമായിട്ട് പറയുന്നത് കേട്ടോ. അറിയാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അങ്ങനെ ചോറ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് പകുതി ചോറ് ഒരു പാത്രത്തിലിട്ട് കൊടുത്തിട്ട് ഈ ചെമ്മീൻ നമ്മൾ നേരത്തെ മസാല ആക്കിയില്ലേ, ആ മസാല ഇട്ട് കൊടുക്കുക. ഒരു പാത്രത്തിലേക്ക് മാറ്റി ബാക്കി ചോറിലാണ് ഈ മസാല ഇട്ട് കൊടുക്കുന്നത്. ഈ മസാല ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് ചോറും കൂടെ അതിലിട്ട് പിന്നെ വീണ്ടും മസാല ഇട്ട് അങ്ങനെ നമുക്ക് എത്ര ചോറുള്ള അതിനനുസരിച്ചിട്ട് ലെയറാക്കിയിട്ട് നമുക്കിതുപോലെ മസാല ചോറ് അങ്ങനെ ഇട്ട് നമുക്ക് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ദമ്മിലിട്ട് വെക്കാം. ഇങ്ങനെ ഒരു 5-10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി ബിരിയാണി, മാഷാ അല്ലാ. എനിക്ക് തോന്നുന്നു ഇതുവരെ നിങ്ങൾ ഇത്ര നല്ല ചെമ്മീൻ ബിരിയാണി കഴിച്ചിട്ടുണ്ടാവില്ല. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, നിങ്ങളെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് ഈ ചോറിൻ്റെ മേലെ വേണമെങ്കിൽ ജീരകം, മല്ലിയില എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ചെമ്മീൻ മസാല ഉണ്ടാക്കിയിട്ടില്ല, സവാള എല്ലാം ഇട്ടിട്ട് അതിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. അതുപോലെ തന്നെ ചെമ്മീൻ്റെ അകത്ത് മസാല മിക്സ് ചെയ്യുമ്പോൾ ഒരു ചെറുനാരങ്ങൻ്റെ ജ്യൂസും ഈ ചെറുനാരങ്ങൻ്റെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്, ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ അടിപൊളി ബിരിയാണി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ, അസ്സലാമു, താങ്ക് യു.